സോറി, ഐ എം റിയലി സോറി. മോളുണ്ടാക്കിയത് മുഴുവൻ താഴെ പോയല്ലോ. ഈശ്വര, സമയം അവസാനിക്കാറായി. ഇനി ഒരു 5 മിനിറ്റ് കൂടിയേ ബാക്കിയുള്ളൂ. മോനെ. അമ്മേ, അങ്ങോട്ട് പോവാൻ പാടില്ല. അത് മാത്രമല്ല എന്നെ അലട്ടുന്ന പ്രശ്നം. എത്രയും പെട്ടെന്ന് രുക്മിണി മാഡത്തിന്റെ ക്യാഷ് കൊടുത്ത് തീർക്കണം. എനിക്ക് തോന്നുന്നത് അതിനുള്ള വഴി എത്രയും പെട്ടെന്ന് തന്നെ തെളിയുന്ന. ജഗദീശന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. അവള് തോറ്റു, ഉറപ്പല്ലേ? അംബികയോടാ കളി. ഇനി നീ രാജുവിന്റെ വീടിന്റെ രക്ഷകയാകുന്നത് എനിക്കൊന്ന് കാണണം. ഈശ്വര, എന്റെ മോള് അവളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് അവള് ചെന്ന് കയറിയ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. പാചക മത്സരത്തിൽ അവളുടെ ഗുരു രാധമ്മയാ. രാധമ്മ പഠിപ്പിച്ച എല്ലാ കാര്യങ്ങളും ഓർത്ത് ചേരുവകൾ കൃത്യമായി ചേർത്ത് രുചിയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ അവൾക്ക് കഴിയണേ. ക്യൂൻസ് ക്ലബ്ബ് വീട്ടമ്മമാർക്ക് വേണ്ടി നടത്തിയ ഫുഡ് കോമ്പറ്റീഷൻ പര്യവസാനിച്ചിരിക്കുന്നു. ജഡ്ജസ് വിജയി ആരാണെന്നും തീരുമാനിച്ചു കഴിഞ്ഞു. ബഹുമാനപ്പെട്ട സനീഷ് കുറുപ്പ് സാർ വിജയിയെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. ദേവനന്ദിനി മേഡം ഉള്ളപ്പോ മേഡം തന്നെ അത് നിർവഹിച്ചാൽ മതി. ഓക്കേ. എന്റെ പേര് ദേവനന്ദിനി. എന്നെ ഇവിടെ നിങ്ങളില് കുറച്ചുപേർക്കെങ്കിലും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആരാണെന്നുള്ളത് വിട്ടേക്കൂ. ആദ്യം തന്നെ ഞാൻ വിജയികൾ ആരാണെന്ന് പ്രഖ്യാപിക്കാൻ പോവാ. മത്സരത്തിന് മുൻപായി ഇവിടെ നിന്ന് ലഭിച്ച ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഇവിടുത്തെ വിധികർത്താക്കൾ പറഞ്ഞ ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി 1ാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് ഇതല്ലേ, ശില്പ ചക്രവർത്തി. മോനെ, നമുക്ക് എപ്പോ വേണമെങ്കിലും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വരും. കാരണം
ക്യാഷ് കൊണ്ടുപോയി കൊടുക്കാൻ റിയ മാഡത്തിന്റെ കൂടെ പോയിരിക്കുന്നത് നിന്റെ അമ്മയാ. നമ്മളെ ഇട്ട് ബുദ്ധിമുട്ടിച്ചതിന് അവളുടെ വക ഒരു പ്രകടനം ഉറപ്പാ. എടാ, നിന്റെ അറിവില് വീട് വല്ലതും കിടപ്പുണ്ടോ? എന്റെ 2-3 ഫ്രണ്ട്സിനോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവരന്വേഷിക്കുന്നുണ്ട്. ശരിയാവും. അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. എന്തൊക്കെ പറഞ്ഞാലും ഈ വീട് വിട്ടു പോകുന്ന ഒരു സങ്കടം തന്നെയാ. അച്ഛാ, ആ, ഇതാ കട്ടൻ. എടാ, നിനക്ക് കട്ടൻ വേണോ? വേണ്ട. എന്താ അച്ഛാ, എന്തുപറ്റി? ഞാനിവനോട് പറയായിരുന്നു, ഈ വീട് വിട്ട് എപ്പോ വേണമെങ്കിലും നമ്മൾ ഇറങ്ങേണ്ടി വരും. അവരാണെങ്കിൽ പോയിട്ട് കുറച്ചധികം നേരമായി. എന്താ അവിടെ സംഭവിക്കാന്ന് അറിയാനും വഴിയില്ല. അത് ശരിയാണല്ലോ രാജു. അവര് പോയിട്ട് കുറെ നേരമായല്ലോ. നീ ഒന്ന് ചെന്ന് അന്വേഷിച്ചിട്ട് വാ.